ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഈ ശരീരത്തെ ജഡമെന്ന് വിളിച്ചിരിക്കുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജഡമെന്ന്, ശരീരത്തെ ജഡമെന്ന് വിളിച്ചിരിക്കുന്നു. ശരീരത്തെ ജഡമെന്ന് വിളിക്കുമ്പോൾ അതിൽ വെളിപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് അൺറീജനറേറ്റഡ് ആയിട്ടുള്ള രീതികൾ ശരീരം വെളിപ്പെടുത്തുമ്പോഴാണ് ശരീരം ജഡമായി തീരുന്നത്. വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ. നാം വീണ്ടെടുക്കപ്പെടുന്നതിന് മുൻപ്, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നാം വീണ്ടെടുപ്പ് പ്രാപിക്കുന്നതിന് മുന്നമേ നമുക്ക് ചില രീതികൾ ഉണ്ടായിരുന്നു. ആ രീതികൾക്ക് വേണ്ടി നാം ഈ ശരീരത്തെ ഉപയോഗിച്ചിരുന്നു. ആ രീതികൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഈ രീതികൾ നാം പുറപ്പെടുവിക്കുകയാണ് എങ്കിൽ ഇത് ജഡമായി തീർന്നു. ഇതിനെ പിന്നെ നമുക്ക് കൂടാരമെന്നോ ഭൗമഭവനോ ഒന്നും മാത്രം വിളിക്കാൻ കഴിയുകയില്ല. ഇത് ജഡമായി തീർന്നു. ജഡീകമായത് നമ്മിലൂടെ പുറപ്പെടുകയാണ്. അൺറീജനറേറ്റഡ് ആയിട്ടുള്ള രീതികൾ ശരീരത്തിലൂടെ പുറപ്പെടുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ആ വീണ്ടെടുപ്പ് നടക്കാതിരിക്കുന്നതിനാൽ ഇപ്പോഴും നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ ശരീരത്തിലൂടെ പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ പുറപ്പെടുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരം ജഡമായി തീർന്നു. ഈ ശരീരം ജഡം എന്നുള്ള ആ നിലവാരത്തിലേക്ക് അധപ്പതിക്കേണ്ടതല്ല. ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരം എന്നുള്ള നിലയിലേക്ക് ഉയരേണ്ടതാണ്. ആമേൻ. മന്ദിരമാകുന്നു, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. ഓരോ അവയവങ്ങളും നീതിയുടെ അവയവങ്ങളായി ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടേണ്ട അവയവങ്ങളാണ്. എന്നാൽ ഇതിൽ വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ, അൺറീജനറേറ്റഡ് ആയിട്ടുള്ള നേച്ചേഴ്സ് പുറപ്പെടുന്ന സന്ദർഭത്തില് ഈ ശരീരത്തിന്റെ ആ അവസ്ഥ ജഡീകമായി തീരുന്നു. ഇതിനെ നമുക്ക് ജഡമെന്ന് വിളിക്കുവാൻ കഴിയും. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അതിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് ജഡീകമാകുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശരീരത്തെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ശരീരങ്ങളെ അവമാനിക്കുക. എങ്ങനെയാണ് അവമാനിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ശരീരത്തെ അവമാനിക്കുക. ഈ ശരീരത്തെ എങ്ങനെയാണ് അവമാനിക്കുന്നത്? ദൈവവചനപ്രകാരമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നാം ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ നാം ശരീരത്തെ അവമാനിക്കുകയാണ്. ഞാൻ കേരളത്തിൽ കുറെ മാസങ്ങൾക്ക് മുന്നമേ ഒരു ചിത്രം വരുവാൻ, ഫോട്ടോ വരുവാനിടയായി. ജർമ്മനിയിലെ ഒരു മന്ത്രിയുടെ കല്യാണ ഫോട്ടോയാണ്. അപ്പോൾ ആ ജർമ്മനിയുടെ കല്യാണ ഫോട്ടോയെ കുറിച്ച് അതിന് അടിക്കുറിപ്പുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ചെറുക്കനും ആണാണ്, പെണ്ണും ആണാണ്. താഴെ എഴുതിയിരിക്കുന്നു, വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ഹോമോസെക്ഷൽസ് ആണ്. ജർമ്മനിയിലെ ഒരു മന്ത്രി കല്യാണം കഴിച്ചിരിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു പുരുഷനെയാണ്. അവര് ആ പത്രത്തിൽ വളരെ മാന്യരായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താണ്? ബൈബിൾ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുകയാണ്? അവരുടെ ശരീരത്തെ ഡിസോണർ ചെയ്യുകയാണ്. ആമേൻ. സാമൂഹിക തിന്മ വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള സാമൂഹിക തിന്മകളെ ലോകവ്യാപകമായിട്ട് ജനം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ടാണല്ലോ ന്യൂസ് പേപ്പേഴ്സ് അങ്ങനെയുള്ള ഫോട്ടോസ് പബ്ലിഷ് ചെയ്യുവാൻ ഇടവരുന്നത്. പക്ഷേ അവർക്കറിയത്തില്ല, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അതിനെ നോക്കുമ്പോൾ ഈ ശരീരത്തെ അവർ അവമാനിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ ആ ശരീരങ്ങൾ നികൃഷ്ടമായി തീർന്നു. ദൈവത്തിന്റെ മുൻപിൽ ആ ശരീരങ്ങൾ ജഡമായി തീർന്നു. ജഡീകമായത് ആ ശരീരത്തിലൂടെ പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് ഈ കാലയളവിൽ വളരെ സൂക്ഷ്മതയോടുകൂടി ആയിരിക്കണം. കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ, മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന പല മേഖലകളിൽ പോർണോഗ്രാഫിയുടെ സമ്മർദ്ദമുണ്ട്. ഇന്നലെ ഞാനിത് പറഞ്ഞതാണ്. ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നതിനാൽ അത് വചനത്തിന്റെ ശക്തിയായി നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുവാൻ ഇടവരും. ഏതെങ്കിലും കാര്യങ്ങൾ ആഴത്തിൽ ജീവിതങ്ങളിൽ നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആവർത്തിച്ചു പറഞ്ഞാൽ മതി. ഒരേ കാര്യം തന്നെ ആവർത്തിച്ചു പറയുമ്പോൾ ആഴത്തിൽ അത് ജീവിതങ്ങളിൽ നടപ്പിലാകുവാൻ ഇടവരും. പോർണോഗ്രാഫിയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഇതിന്റെ മുൻപ് അടിമത്വം വെളിപ്പെടുകയാണ്. നിന്റെ കണ്ണ് അതിനുവേണ്ടി നീ ഉപയോഗിക്കുകയാണെങ്കിൽ നീ നിന്റെ കണ്ണിനെ ഡിസോണർ ചെയ്യുകയാണ്. നീ നിന്റെ കാലുകൾ പാപത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിന്റെ കാലുകളെ നീ ഡിസോണർ ചെയ്യുകയാണ്. നിന്റെ ശരീരത്തെ അവമാനിക്കുകയാണ്. നോ, ഈ ശരീരം അവമാനിക്കപ്പെടുവാൻ വേണ്ടിയുള്ളതല്ല. ഈ ശരീരം മാന്യതകൾക്ക് വേണ്ടിയുള്ളതാണ്.
Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ നിന്റെ അധരം എന്ന് പറയുന്നത് അവമാനത്തിന് വേണ്ടിയുള്ളതല്ല, മാന്യതകൾക്ക് വേണ്ടിയുള്ളതാണ്. അധരം തുറന്ന് നീ അനേകരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, വീണ്ടും 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 കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ, നീ നിന്റെ അധരത്തെ തന്നെ അവമാനിക്കുകയാണ്. നീ നിന്റെ അധരം ഉപയോഗിച്ചുകൊണ്ട് നിഷേധാർത്ഥകമാകുന്ന പ്രസ്താവനകളും പരാതികളും ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നീ നിന്റെ അധരത്തെ അവമാനിക്കുകയാണ്. മറിച്ച് നീ അധരം ഉപയോഗിച്ച് നീ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ നിന്റെ അധരത്തെ നീ മാനിക്കുകയാണ്, ഓണർ ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാനിതാ ഈ വേദിയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ എന്റെ ശരീരത്തെ ഓണർ ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ സ്തുതിക്കുന്നു, ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ കാതുകൾ ഉപയോഗിച്ച് നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ഓണർ ചെയ്യുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവം പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, വചനാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ ഉപയോഗിക്കണം. നിങ്ങളുടെ ഓഫീസിലെ വർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഓണർ ചെയ്യുകയാണ്. നിങ്ങളുടെ അടുക്കളയിലെ പണി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഓണർ ചെയ്യുകയാണ്. ഈ ശരീരത്തെ മാന്യതകൾക്ക് വേണ്ടി, ബഹുമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീരുന്നത്. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നതിനാൽ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഉറപ്പാണല്ലോ ഈ ശരീരം മാന്യതകൾക്ക് വിധേയമാകുവാൻ ഇടവരും. അങ്ങനെ വരുമ്പോഴാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്യം അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും. രസകരമായിരിക്കുന്നു അല്ലെ? മരിച്ചിട്ട് ജീവിക്കുന്നവരായും. അതെങ്ങനെയാണ് മരിച്ചിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പാപ സംബന്ധമായി നമ്മൾ മരിച്ചു, നീതി സംബന്ധമായി നമ്മൾ ജീവിക്കുകയാണ്. Praise the Lord. മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ കൈകൾ നീതിയുടെ ആയുധമാണ്, നിങ്ങളുടെ കണ്ണുകൾ നീതിയുടെ ആയുധങ്ങളാണ്, നിങ്ങളുടെ അധരം നീതിയുടെ ആയുധങ്ങളാണ്. നിങ്ങളുടെ മുഴു ശരീരവും ജഡമല്ല, ഇത് നീതിയുടെ ആയുധമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്. ഈ ഭാഗത്ത് ഈ നിലയിലുള്ള സംഘർഷങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ പരാമർശിക്കുന്ന സമാപന ഭാഗത്ത് ജഡമെന്നുള്ള ആ ഭാഗം ഞാൻ പരാമർശിച്ചിരിക്കുന്നതിനാൽ പരിഹാരങ്ങൾ എന്തെങ്കിലും എനിക്ക് നിർദ്ദേശിക്കുവാനുണ്ടോ? 3 പരിഹാരങ്ങൾ, ഞാൻ ലളിതമാകുന്ന 3 പരിഹാരങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നിർദ്ദേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അൺറീജനറേറ്റഡ് ആകുന്ന നേച്ചേഴ്സ്, വീണ്ടെടുക്കപ്പെടാത്ത രീതികൾ എന്റെ ശരീരം പുറപ്പെടുവിക്കുവാൻ ശ്രമിക്കുന്നു എങ്കിൽ എനിക്ക് അതെങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? 3 ലളിതമാകുന്ന പരിഹാര മാർഗങ്ങൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. 1-ാമത്തെ പരിഹാര മാർഗമാണ് റോമാലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സൊലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ യാഗത്തെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ജീവനുള്ള യാഗമെന്നാണ്, ലിവിങ് സാക്രിഫൈസ്. കേൾക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു പദപ്രയോഗമല്ലല്ലോ ലിവിങ് സാക്രിഫൈസ്. എങ്ങനെയാണ് ലിവിങ് സാക്രിഫൈസ്? ജീവനുള്ള യാഗമോ? യാഗം യഥാർത്ഥത്തിൽ യാഗപീഠത്തിൽ ആ യാഗമൃഗത്തെ മുറിച്ചതിന് ശേഷമായിട്ട് അഗ്നിക്കിരയാക്കുകയാണല്ലോ. മൃഗത്തിന് ജീവൻ ശേഷിക്കുകയില്ല. എന്നാൽ പുതിയ നിയമത്തിലെ യാഗം എന്ന് പറയുന്നത് മരിച്ച യാഗമല്ല, ജീവനുള്ള യാഗമാണ്. ആരാണ് ജീവനുള്ള യാഗങ്ങൾ? നിങ്ങൾ ഓരോരുത്തരുമാണ്, നാം ഓരോരുത്തരുമാണ്. നമ്മൾ നടക്കുന്ന ജീവനുള്ള യാഗങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. അർത്ഥം വളരെ ലളിതമാകുന്നു. നിന്റെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം ഇനി നിനക്കല്ല, നിന്റെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം യേശുവിനാണ്. യേശുവിന്റെ ഉടമസ്ഥതയിലാകുന്നു നിന്റെ ശരീരമായിരിക്കുന്നത്. പഴയ നിയമത്തിൽ തന്നെ യാഗം കഴിക്കുവാൻ വേണ്ടി ഒരു മൃഗമായിട്ട് ഒരു മനുഷ്യൻ വരുന്ന സന്ദർഭത്തിൽ ആ മൃഗത്തെ ആ പാപിയായ മനുഷ്യനിൽ നിന്ന് പുരോഹിതൻ വാങ്ങിയിട്ട് ആ മൃഗത്തിന്റെ തലമേൽ പുരോഹിതൻ കൈവയ്ക്കുവാൻ ഇടവരും. ആ കൈവയ്ക്കുന്ന സന്ദർഭത്തിൽ പല ആശയങ്ങളുണ്ട്. ഒരാശയം എന്ന് പറയുന്നത്, ആ കൈവയ്ക്കുന്ന സന്ദർഭത്തിൽ ആ നിമിഷം വരെയും ഈ ആട് ആ പാപിയായ മനുഷ്യന്റെ ഉടമസ്ഥതയിലുള്ള ആടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുരോഹിതൻ കൈവച്ചിരിക്കുന്നതിനാൽ ഇനിമേൽ ഈ ആട് ആ മനുഷ്യന്റെ ആടല്ല, ഇത് ദൈവത്തിന്റെ ആടായി തീരുകയാണ് എന്നതുപോലെ നമ്മുടെ മേൽ കർത്താവിന്റെ കരം വന്നിരിക്കുന്നു.
നിങ്ങളുടെ ശരീരം ഇനി നിങ്ങൾക്കുള്ളതല്ല, കർത്താവിനുള്ള ശരീരമാണ്. ഉടമസ്ഥാവകാശം മാറിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഉടമസ്ഥൻ യേശുവാണെങ്കിൽ ഒരു ശത്രുത്വത്തെയും നിനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സകല ജഡത്തിന്റെ സ്വാധീനങ്ങളെയും നിനക്ക് തകർക്കുവാൻ കഴിയും. ആമേൻ. ഒരു ഭവനത്തില് ഒരു മനുഷ്യന് ഒരു ദിവസമായിരുന്ന സന്ദർഭത്തില് അനേകം വീടുകളുടെ 2 നില വീടിന്റെ ഉടമസ്ഥനായിരുന്നു. ആ മനുഷ്യന്റെ വീടിന്റെ അരികിൽ ആരോ വന്ന് വീട്ടുവാതിൽ വന്ന് വാതിൽ മുട്ടി. വാതിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ യേശുവാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷം തോന്നി. യേശുവിനെ കൊണ്ടുവന്ന് മുകളിൽ 2ാമത്തെ നിലയിൽ ഒരു AC റൂം ഉണ്ടായിരുന്നു. ആ AC റൂമിൽ യേശുവിനെ ആക്കി. യേശുവിനോട് പറഞ്ഞു, ഇവിടെ ഇരുന്നോണം, എങ്ങും പോകരുത്. ആ റൂമിന്റെ താക്കോൽ കൂട്ടങ്ങൾ, വീടിന്റെ മുഴുവൻ താക്കോൽ കൂട്ടങ്ങളിൽ നിന്ന് ആ താക്കോൽ മാത്രം എടുത്ത് ആ യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തു. ഈ മുറിയുടെ താക്കോലും യേശു പിടിച്ചു. അങ്ങനെ യേശുവിനെ ആ എയർ കണ്ടീഷൻ റൂമിലാക്കി. അല്പം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വന്ന് വാതിൽക്കൽ മുട്ടി. ചെന്ന് വാതിൽ തുറന്നപ്പോ പിശാചാണ്, സാത്താൻ അകത്തേക്ക് അനുവാദം ചോദിക്കാതെ വാതിൽ പൊളിച്ചകത്തേക്ക് കയറി. അകത്തെല്ലാം കൂടെ വലിയ ബഹളം. ഈ വീട്ടുകാരൻ ഈ സാത്താനെ പുറത്താക്കാൻ വേണ്ടി ഭയങ്കര ശ്രമമാണ്. ഒരു വലിയ യുദ്ധമാണ്. മണിക്കൂറുകൾ നീണ്ടു നിന്ന യുദ്ധത്തിൽ ഒടുവിൽ സാത്താനെ പുറത്താക്കി വാതിലടയ്ക്കുവാനിടയായി. അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി. അദ്ദേഹം കരുതി, യേശു ഈ വീട്ടിലുണ്ടായിരുന്നിട്ട് എന്നെ സഹായിച്ചില്ലല്ലോ. ഒടുവിൽ യേശുവിന്റെ അരികിൽ ചെന്നിട്ട് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, ഇത്രയും വലിയ യുദ്ധം നടന്നിട്ട് അങ്ങനെ സഹായിച്ചില്ലല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അല്ല, നീ എന്നെ ഈ മുറിയിൽ മാത്രമല്ല ഇരുത്തിയിട്ടുള്ളൂ, ഈ മുറിയിൽ അവൻ കയറിയില്ലല്ലോ. പെട്ടെന്നാണ് ഈ ഉടമസ്ഥന് മനസ്സിലായത്, ഈ വീടിന്റെ സംരക്ഷണം നിലനിൽക്കുന്ന സംരക്ഷണമാകണമെങ്കിൽ വീടിന്റെ മുഴുവൻ താക്കോലും യേശുവിന്റെ കയ്യിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. Praise the Lord. കർത്താവേ, എന്നോട് ക്ഷമിക്കണം. ഞാനിതാ എന്റെ വീടിന്റെ മുഴുവൻ താക്കോലും, ബാക്കി താക്കോലുകൾ ഞാൻ ഇതുവരെയും എന്റെ കയ്യിൽ സംരക്ഷിക്കുവാനിടയായി, എന്നാൽ വീടിന്റെ മുഴുവൻ താക്കോലും അങ്ങയെ ഏൽപ്പിക്കുകയാണ്. അടുത്ത ദിവസം വന്നു. രാവിലെ വീണ്ടും 10 മണിക്ക് വീടിന്റെ വാതിൽക്കൽ ആരോ വന്ന് മുട്ടി. അപ്പൊ വീട്ടുകാരൻ നോക്കിയപ്പോ കൈ താക്കോലില്ല, തുറക്കുവാൻ താക്കോലില്ല. താക്കോലുള്ളത് യേശുവാണ്. യേശു ഇറങ്ങി വരുന്നു. യേശു വന്നു വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ സാത്താനാണ്. സാത്താൻ നോക്കിയപ്പോൾ യേശു നിൽക്കുന്നു. സാത്താൻ പറഞ്ഞു, ഉടമസ്ഥൻ മാറിയ കാര്യം അറിഞ്ഞില്ല, വിട്ടുപോകുവാനിടയായി. പ്രിയമുള്ളവരെ, പല വീടുകളിലും പല മനുഷ്യ ഭവനങ്ങളിലും പല ശരീരങ്ങളിലും ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉടമസ്ഥാവകാശം നീ വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോഴും നീ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരം മുഴുവൻ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവിടുന്ന് നിന്റെ കാര്യം നോക്കുവാൻ വിശ്വസ്തനാണ്. സാധാരണ മനുഷ്യൻ നേരിടുന്ന പരീക്ഷകളിൽ നീ കുടുങ്ങേണ്ടതായിട്ട് വരില്ല. അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള ദൈവശക്തി നിന്നിലൂടെ വ്യാപരിക്കുവാനിട വരും. ആമേൻ. പരിഹാരം 1, ഈ ലിവിംഗ് സാക്രിഫൈസ് ആയിട്ട് നിങ്ങളുടെ ശരീരം തീരട്ടെ. ജീവനുള്ള യാഗമായി നിങ്ങളുടെ ശരീരം തീരുവാനിട വരട്ടെ. 2ാമത്തെ പരിഹാര മാർഗം കൊലോസി ലേഖനം അതിന്റെ 3ാമത്തെ അധ്യായത്തിൽ അതിന്റെ 5ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ശരീരത്തെ മരിപ്പിക്കുക എന്ന ഒരു വാക്ക് അവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ മരിപ്പിക്കുക. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. എന്താണ് മരിപ്പിക്കുക എന്ന് പറയുന്നത്? ആ മരിച്ചതിന് തുല്യമായി നമ്മൾ തീരുന്നു. അഥവാ നമുക്ക് നോ പറയുവാനുള്ള അസാധാരണമാകുന്ന ബലം ലഭിക്കുകയാണ്. തിന്മകളോട് നോ പറയുവാൻ ഉള്ള അസാധാരണമാകുന്ന ബലം ലഭിക്കുന്നു. ഐസ്ക്രീമിനോട് ഭയങ്കരമായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുക. ഐസ്ക്രീമിന് അടിമയാണ് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുകയാണ്. ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കെട്ട് ഐസ്ക്രീം മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹവുമില്ല. ഐസ്ക്രീം ഫാക്ടറി തന്നെ വന്നിട്ട് വാ കഴിക്ക് ഐസ്ക്രീം ഫാക്ടറി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് യാതൊരു ചലനവുമില്ല. കാരണം എന്താണ്? പെട്ടിക്കകത്തായി. എന്നതുപോലെ നിന്റെ അവയവങ്ങളെ നീ ആ പാപസംബന്ധമായി പെട്ടിക്കകത്താക്കണം. Praise the Lord. Hallelujah. ആത്മാവ് സംബന്ധമായിട്ട് നിന്റെ അവയവങ്ങൾ നീതിക്ക് വേണ്ടി പ്രയോജനപ്പെടണം. നിന്റെ ശരീരത്തെ മോട്ടിഫൈ ചെയ്യുക, നിന്റെ ശരീരത്തെ മരിപ്പിക്കുക. സ്മെൽ ഹർമിയാന്തന. നീ എന്തിനാ കൂടെ പാവവുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത്? രഹസ്യമായി നീ കോംപ്രമൈസ് ചെയ്യുന്നത് അപകടകരമാണ്. മരിപ്പിക്കുക, മോട്ടിഫൈ ചെയ്യുക, മരിപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടി ഉപയോഗിക്കുവാനിട വരും. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരം വളരെ പ്രയോജനപ്രദമാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇതുപോലെ പറ്റിയൊരു സാധനം പറയില്ല. ഹല്ലേലൂയ. മണിക്കൂറുകൾ ഇതിനെ നമുക്ക് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം.
ആമേൻ. ദിവസങ്ങൾ ഇതിനെ ഉപയോഗിച്ച് നമുക്ക് ഉപവസിക്കാം. മണിക്കൂറുകൾ നമുക്ക് ആത്മാവിൽ ആരാധിക്കാം. ഞങ്ങളെ പോലെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ പ്രസംഗിക്കാം. എത്ര വേണമെങ്കിലും പ്രസംഗിച്ചു. ഈ ശരീരം പോലെ നല്ലൊരു സാധനം വേറെയില്ല. ആമേൻ. ദൈവരാജ്യ മഹിമയ്ക്ക് വേണ്ടി, രാജ്യങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി, ദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി നിനക്ക് ഈ ശരീരത്തെ ഉപയോഗിക്കുവാൻ കഴിയും. എന്തിനാ ഈ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള ഈ ശരീരത്തെ എന്തിനാണ് ദുഷ്ടതയ്ക്ക് വേണ്ടി നീ ഉപയോഗിക്കുന്നത്? ആ ദുഷ്ടതയുടെ സ്വാധീനങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്റെ ശരീരം മരിക്കട്ടെ. ആത്മാവുമായുള്ള ബന്ധത്തിൽ നിന്റെ ശരീരം ജീവിക്കുവാൻ ഇടവരട്ടെ. മൂന്നാമത്തെ പരിഹാര മാർഗം നമുക്ക് 1 കൊരിന്ത്യർ അതിന്റെ 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യു മസ്റ്റ് കീപ് യുവർ ബോഡി അണ്ടർ ദ സബ്ജക്ഷൻ ടു യുവർ സ്പിരിറ്റ് മാൻ, ദ ഇൻവേർഡ് മാൻ. നിന്റെ സ്പിരിറ്റ് മാൻ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്പിരിറ്റ് മാൻ ആണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് മാന്റെ സബ്ജക്ഷനിലേക്ക് ഈ ശരീരത്തെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മലയാളത്തിലെ ട്രാൻസ്ലേഷന് അല്പം പിശകുണ്ട്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരങ്ങളെ ദണ്ണിപ്പിക്കരുത്. അത് ട്രാൻസ്ലേഷനിൽ പറ്റിയ തെറ്റാണ്. ശരീരത്തെ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്ത് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. ആരും ശരീരത്തെ ദണ്ണിപ്പിക്കരുത്, കേടുവരുത്തരുത്, അനാവശ്യമായി ഉപവസിക്കരുത്. കർത്താവ് പറയുമ്പോൾ മാത്രമാണ് അത്, ആ ലീഡിങ്ങിലാണ് ഉപവസിക്കേണ്ടത്. ശരീരത്തിന് കേടുവരുത്തരുത്, ശരീരത്തെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശരീരത്തെ ആരും ദണ്ണിപ്പിക്കരുത്. ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. ശരീരത്തെ ക്രമത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ആ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ശരീരം ആരുടെ അധീനതയിൽ വരുമെന്നറിയാമോ? ആത്മാവിന്റെ അധീനതയിൽ. Praise God. Hallelujah. നിങ്ങളുടെ ആത്മാവിന് ഒരു പ്രത്യേകത സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ ഒരു മെർജർ സംഭവിച്ചിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ വചനത്തിൽ 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ ഇത് വിശദമാക്കുന്നുണ്ട്. ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മാവും ഹോളി സ്പിരിറ്റും തമ്മിൽ ഒരു മെർജർ സംഭവിച്ചു. ആമേൻ. ഹല്ലേലൂയ. രണ്ടും രണ്ടായിട്ടിരിക്കുകയല്ല, ആത്മാവിൽ ഒരു യോജിപ്പ് സംഭവിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അതൊരു മേർജറാണ്. നിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും നല്ലൊരു മേർജർ നടന്നിരിക്കുന്നതിനാൽ ഈ ആത്മാവിന്റെ അധീനതയിലേക്ക് ശരീരത്തെ കൊണ്ടുവരിക. അതാണ് റൂൾ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ റൂൾ ഓഫ് ദ ലോ ആണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയേക്കാൾ വലുത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. റൂൾ ഓഫ് ദ ലോ ആണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ്? റൂൾ ഓഫ് ദ സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. ആരാണ് ഭരണം നടത്തുന്നത്? ആത്മാവ് ഞങ്ങളിൽ ഭരണം നടത്തുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമാകുന്ന എന്റെ ആത്മാവ് എന്റെ ശരീരത്തെ അധീനതയിൽ കൊണ്ടുവരുന്നു. അധീനതയിൽ കൊണ്ടുവരുമ്പോഴാണ് നാം ഡിസിപ്ലിൻ ചെയ്യേണ്ടത്. നാം ആ സന്ദർഭത്തിൽ, അധീനതയിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഡിസിപ്ലിൻ, ശരീരത്തെ നിങ്ങൾക്ക് ആ നിലയിൽ ഡിസിപ്ലിൻ ചെയ്തെടുക്കുവാൻ കഴിയും. ശരീരം പറയും, സുഖകരമായിട്ട് കിടന്നുറങ്ങ്, വെള്ളിയാഴ്ച നമുക്ക് ആരാധനയ്ക്കൊന്നും പോകണ്ട, വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കാമെന്ന് ശരീരം പറയും. നല്ല ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരീരം അത് പറയും, ഇന്ന് ആരാധനയ്ക്ക് പോകേണ്ട കാര്യമില്ല, അടുത്ത ആഴ്ച പോകാം എന്ന് പറയുമ്പോൾ ശരീരത്തോട് പറയണം, നീ പറയുന്നതല്ല ഞാൻ അനുസരിക്കുവാൻ പോകുന്നത്, എന്റെ ആത്മാവ് പറയുന്നതാണ്. Praise the Lord. Hallelujah. Amen. ആത്മാവ് നിന്നോട് പറയുന്നു പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ശരീരം നിന്നോട് പറയുന്നു ഉറങ്ങുക, ഉറങ്ങുക, ഉറങ്ങുക. അപ്പോൾ ശരീരത്തോട് പറയണം, നീ പറയുന്നതല്ല ഞാൻ അനുസരിക്കുവാൻ പോകുന്നത്, റൂൾ ഓഫ് ദ സ്പിരിറ്റ് ആണ് എന്നിൽ നടക്കുന്നത്, ആത്മാവ് പറയുന്നത് ഞാൻ അനുസരിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഈ നിലയിൽ നിങ്ങളുടെ ശരീരത്തെ ക്രമത്തിൽ കൊണ്ടുവരിക, ഓർഡറിൽ കൊണ്ടുവരിക, ഡിസിപ്ലിൻ ചെയ്യുക. ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ഒരു അത്ലറ്റ് തന്റെ മുൻപിലുള്ള 100 മീറ്റർ ഓട്ടത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് അവന് പരിശീലിച്ചു അവന്റെ മത്സരത്തിന്റെ ദിവസം വരും. മത്സരത്തിന്റെ ദിവസം വരുമ്പോൾ നീണ്ട വർഷങ്ങളിലെ പരിശീലനം കഴിഞ്ഞവൻ കയറി നിൽക്കും. വിസിൽ മുഴങ്ങുന്ന സന്ദർഭത്തിൽ മറ്റെല്ലാവരെയും പിന്തള്ളിക്കൊണ്ട് ഒന്നാമത് എത്തിച്ചേരുന്നത് പോലെ. ആമേൻ. ശരീരത്തെ ഒന്ന് പരിശീലിപ്പിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ആത്മിക വിടുതലുകൾ വേഗത്തിൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുവാൻ പോകുന്നു. ഓ യെസ്, ഹല്ലേലൂയ. മുൻപിൽ വരുന്ന എതിരുകളെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയും.
എങ്ങനെ? നിങ്ങളുടെ ശരീരം ക്രമത്തിലായിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത് മാറ്റം സംഭവിക്കേണ്ടത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുക. അതിൽ ഒന്നാമത് മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലാണ്. രണ്ടാമത്, ശരീരത്തിൽ മാറ്റം സംഭവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രാണനിൽ രൂപാന്തരീകരണം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാണനിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ പ്രാണനിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? നിങ്ങൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ആ വാക്യങ്ങളിൽ നമ്മുടെ പ്രാണനിൽ ഉള്ള മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21-22 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ, മലയാളത്തിൽ ആത്മാക്കളെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കുക, സോൾ എന്ന വാക്കാണ് കാണുവാൻ കഴിയുന്നത്. വേണ്ട, അവിടുന്ന് തന്നെ നിങ്ങൾ ഗ്രീക്കിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂമ എന്ന വാക്കല്ല, സൂക്കെ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൂക്കെ, നിങ്ങളുടെ സൂക്കയെ രക്ഷിപ്പാൻ, നിങ്ങളുടെ സൂക്കയെ, നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ. അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർജിനൽ പ്രാണൻ എന്ന് തിരുത്തുവാൻ കഴിയും. നിങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോട് കൈക്കൊള്ളുവീൻ. ആമേൻ. പ്രാണന് രൂപാന്തരീകരണം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം ആക്റ്റീവായി നിങ്ങളുടെ പ്രാണനിൽ ക്രിയ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലർ പറയും, ഇവന് ഒരുപാട് അന്യഭാഷ പറയുന്നു, അന്യഭാഷ പറഞ്ഞിട്ട് ഇവന്റെ സ്വഭാവത്തിന് മാറ്റമില്ലല്ലോ എന്ന്. വളരെ വിനയപുരസരം ഓർപ്പിക്കട്ടെ, അന്യഭാഷ പറഞ്ഞാൽ സ്വഭാവം മാറത്തില്ല. അന്യഭാഷ പറഞ്ഞാൽ നിന്റെ ആത്മാവ് എഡിഫൈഡ് ആകത്തേ ഉള്ളൂ. ആ സ്വഭാവം മാറണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിൽ ആക്റ്റീവായിട്ട് ക്രിയ ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രവചിച്ചാൽ സ്വഭാവം മാറത്തില്ല. രോഗശാന്തി ശുശ്രൂഷ നടത്തിയാൽ സ്വഭാവം മാറത്തില്ല. എല്ലാ കൃപാവരങ്ങളും നിന്റെ ആത്മാവുമായി കണക്റ്റഡ് ആയിരിക്കുന്നു. നിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ പോലും നിനക്ക് കൃപാവരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. സ്വഭാവത്തിന് മാറ്റമില്ലെങ്കിൽ പോലും നിനക്ക് അന്യഭാഷ പറയുവാൻ കഴിയും. എന്നാൽ അത് അപകടകരമാണ്. അധികകാലം നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. എന്നാൽ ദൈവവചനം നിന്നിൽ ആക്റ്റീവായി ക്രിയ ചെയ്യുന്ന സന്ദർഭത്തിൽ നിന്റെ പ്രാണനിൽ രൂപാന്തരീകരണം സംഭവിക്കും. Praise the Lord. പ്രാണനിൽ രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ സ്വഭാവം മാറും. ആത്മാവിൽ ഉള്ള കൃപകളും പ്രാണനിലുള്ള ക്രിസ്തു സമാനതയും കൂടെ വെളിപ്പെടുകയാണെങ്കിൽ നിന്നെ ആ കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. കുറെ കൃപാവരമുള്ളവനെ മാത്രമല്ല, ആമേൻ, നിന്റെ കൃപകളെ കർത്താവ് ഉപയോഗിക്കുന്നു, ശരി തന്നെ. എന്നാൽ നിന്റെ പ്രാണനിൽ ക്രിസ്തു സമാനത കൂടെ വെളിപ്പെടുകയാണെങ്കിൽ, നിന്റെ സ്വഭാവം യേശുവിനെ പോലെ ആകുകയാണെങ്കിൽ നിന്നെയാണ് ഈ തലമുറയിൽ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നത്. നിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പ്രാപ്തിയുള്ളൂ. ഈ നിലയിലുള്ള ഒരു ബാലൻസ് ദൈവസഭയുടെ നടുവിൽ വെളിപ്പെടുമ്പോഴാണ്, ദൈവകൃപയുടെ ആഴവും ദൈവവചനത്തിന്റെ ശക്തിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരുവന്റെ വ്യക്തിത്വത്തിന് മാറ്റമുണ്ടാകുന്നത്. അവൻ പുതിയ മനുഷ്യനെ ധരിക്കുവാനിട വരുന്നത്. അവനിലെ ന്യൂ ക്രിയേഷൻ അവന്റെ പ്രാണനിലേക്കും അവന്റെ ശരീരത്തിലേക്കും വ്യാപരിക്കുവാനിട വരും. ആമേൻ. വചനമാണ് പ്രാണനെ നന്നാക്കുന്ന ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആത്മാവ് 100% റൈച്ചസ് ആണ്. നിങ്ങളുടെ ആത്മാവ് 100% ഹോളിയാണ്. നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തുവിന്റെ ജീവനുണ്ട്. ഈ ക്രിസ്തുവിന്റെ ജീവനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രാണനിലും ശരീരത്തിലും കൊണ്ടുവരുവാൻ കഴിയുന്നത്? ക്രിസ്തുവിന്റെ നീതിയെ, നിങ്ങളുടെ ആത്മാവിലുള്ള നീതിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാണനിലും ശരീരത്തിലും കൊണ്ടുവരുവാൻ കഴിയുന്നത്? ഈ വിശുദ്ധിയെ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രാണനിലും ശരീരത്തിലും കൊണ്ടുവരുവാൻ കഴിയുന്നത്? ആ ട്രാൻസ്പോർട്ടിംഗ് വെഹിക്കിൾ എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. Praise the Lord. ദൈവത്തിന്റെ വചനമാണ് ഇത് ക്യാരി ചെയ്തുകൊണ്ട് ഈ ട്രക്ക്, ആമേൻ, ഈ ലോഡ് വഹിച്ചുകൊണ്ട് വരുന്ന ട്രക്ക് എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനമാണ്. ദൈവവചനം ആത്മാവിലെ നീതിയെ നിന്റെ പ്രാണനിലേക്കും നിന്റെ ശരീരത്തിലേക്കും പരത്തും, സാച്ചുറേറ്റ് ചെയ്യും. ദൈവത്തിന്റെ വചനം ആത്മാവിൽ ഉള്ള നിന്റെ ക്രിസ്തുവിന്റെ ജീവനെ നിന്റെ പ്രാണനിലേക്കും ശരീരത്തിലേക്കും എത്തിക്കുവാൻ പ്രാപ്തിയുള്ളതാണ്. ആമേൻ. ആ ദൈവവചനം, ആ ദൈവവചനം ആക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രാണനിൽ ക്രിയ ചെയ്യുമ്പോഴാണ് ആള് മാറുന്നത്, സ്വഭാവം മാറുന്നത്, രീതികൾ മാറുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ഏറ്റു പറയുക. 1, വചനം കേൾക്കണം. ഉറക്കെ പറയുക, വചനം കേൾക്കണം, വചനം വായിക്കണം, വചനം ചിന്തിക്കണം. ഇങ്ങനെ പറയുക, വചനം ധ്യാനിക്കണം, വചനം ഏറ്റുപറയണം,
വചനം അനുസരിക്കണം. ഈ അഞ്ചാമത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം മുതൽ തുടങ്ങണം. വചനം കേൾക്കണം. ആരംഭത്തിലൊന്നും നിങ്ങൾ പൊടുന്നനവേ വചനം വായിക്കുന്നവരായി തീരുകയില്ല. എന്നാൽ വേഗത്തിൽ നിങ്ങൾക്ക് വചനം കേൾക്കുവാൻ കഴിയും. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായി വിശ്വസിച്ചത്? വചനം കേട്ടത് കൊണ്ടാണ്. വായിച്ച് വിശ്വസിക്കുന്നവർ വളരെ കുറവാണ്. കേൾക്കുക, വചനം കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കേൾക്കുക. വീട്ടിലായിരിക്കുമ്പോൾ വചനം കേൾക്കുക, കാറിലായിരിക്കുമ്പോൾ വചനം കേൾക്കുക, യാത്രയിലായിരിക്കുമ്പോൾ വചനം കേൾക്കുക, ചർച്ചിലായിരിക്കുമ്പോൾ വചനം കേൾക്കുക. വചനം കേൾക്കുക, വചനം കേൾക്കുക, വചനം കേൾക്കുക, വചനം കേൾക്കുക. തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാതെ തന്നെ വായിക്കുവാൻ തോന്നും. ആ കേട്ടത് അതുപോലെ തന്നെയാണോ? അങ്ങനെ നിങ്ങൾ വായിക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. വായനയും കേൾവിയും സജീവമായി കഴിഞ്ഞാൽ അറിയാതെ നിങ്ങൾ ധ്യാനിക്കുവാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന്? നിങ്ങൾ കൂടുതൽ കേൾക്കുന്ന കാര്യവും നിങ്ങൾ കൂടുതൽ കാണുന്ന കാര്യവും നിങ്ങൾ കൂടുതൽ വായിക്കുന്ന കാര്യവുമാണ് നിങ്ങൾ അറിയാതെ ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. ഇതാ ദൈവവചനം നിങ്ങൾ വീണ്ടും കേൾക്കുന്നു, വീണ്ടും കേൾക്കുന്നു. ദൈവവചനം നിങ്ങൾ വീണ്ടും വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു, വീണ്ടും വായിക്കുന്നു. അറിയാതെ നിങ്ങൾ ദൈവവചനം ചിന്തിക്കുവാൻ തുടങ്ങുന്നു. ചിന്തിക്കുവാൻ തുടങ്ങുമ്പോൾ അറിയാതെ നിങ്ങൾ വചനം ഏറ്റുപറയുവാൻ തുടങ്ങുമ്പോൾ അറിയാതെ നിങ്ങൾ വചനം അനുസരിക്കുവാൻ തുടങ്ങുന്നു. ഈ രാത്രിയിൽ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ പ്രാണനെ കർത്താവ് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ പ്രാണനിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ പ്രാണനിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം ആക്റ്റീവായി നിങ്ങളുടെ പ്രാണനിൽ ക്രിയ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാണനെ ദൈവവചനം സ്വീകരിക്കുന്ന ഒരു അവയവമാക്കി മാറ്റുക, ഒരു മേഖലയാക്കി മാറ്റുക. ഹല്ലേലൂയ. എല്ലാവരും അവരവരെ തന്നെ കർത്തൃകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ആ പുതിയ മനുഷ്യൻ എന്നിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. ആ ന്യൂ ക്രിയേഷൻ എന്നിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. ആത്മ മനുഷ്യന് എന്റെ പ്രാണനിലും എന്റെ ശരീരത്തിലും നിറയുവാനിടവരട്ടെ. ആ ആത്മ മനുഷ്യന്റെ ശക്തി എന്റെ ശരീരത്തിലൂടെ പുറപ്പെടുവാനിടവരട്ടെ. ഹല്ലേലൂയ.